സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. തുർക്കി പ്രസിഡന്റ് തോയിബ് എർദോഗനാണ് ഗാസയിലെ ദുരിത ചിത്രം ഉയർത്തിപ്പിടിച്ച് UN വേദിയിൽ സംസാരിക്കുന്നത്. ഗാസയിൽ ഭക്ഷണത്തിന് പാത്രങ്ങളും കപ്പുകളും നീട്ടിനിൽക്കുന്ന സ്ത്രീകളുടെ ചിത്രമാണ് എർദോഗൻ ലോകവേദിയിൽ ഉയർത്തിപ്പിടിച്ചത്. നിങ്ങളുടെ മനസാക്ഷിയെ മുൻനിർത്തി ഇനിയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകൂ. 2025 ഈ ക്രൂരതയ്ക്ക് ന്യായമായ കാരണമുണ്ടോ? എർദോഗൻ വിവിധ രാഷ്ട്ര തലവന്മാരെ നോക്കി ചോദിച്ചത് അങ്ങനെയാണ്. ഇതുപോലെ ഗാസയിലെ മറ്റ് 2 ചിത്രങ്ങൾ കൂടി എർദോഗൻ UN വേദിയിൽ പ്രദർശിപ്പിച്ചു. എന്തായാലും 80ാമത് ഐക്യരാഷ്ട്രസഭാ സമ്മേളനം കണ്ട ഏറ്റവും ശക്തമായ വാക്കുകളായി എർദോഗന്റെ ഈ പ്രസംഗം മാറി. ഗാസയിലെ ക്രൂരതയുടെ നേർക്കാഴ്ച വിവരിച്ചാണ് ഇസ്രയേലിന്റെ വംശഹത്യക്കെതിരെ എർദോഗൻ ആഞ്ഞടിച്ചത്. വംശഹത്യയെക്കുറിച്ച് എണ്ണി പറഞ്ഞത്. ഹമാസിനെതിരെയാണ് ആക്രമണമെങ്കിൽ എന്തിനാണ് ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ കയ്യേറുന്നത് എന്നും എർദോഗൻ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഗാസയിൽ നടക്കുന്നത് യുദ്ധമല്ല, ഏകപക്ഷീയമായ വംശഹത്യയാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയായിരുന്നു എർദോഗൻ. യുദ്ധമാണെങ്കിൽ എതിരാളി വേണമല്ലോ. ഗാസയെ സംബന്ധിച്ച് ഇപ്പോൾ എതിരാളികളില്ല. ഇസ്രയേൽ കൊല്ലുന്നത് നിരായുധരായ സാധാരണ ജനങ്ങളെയാണ് എന്ന കാര്യമാണ് എർദോഗൻ യാതൊരു സംശയത്തിനും ഇട നൽകാതെ വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകരെ കൊന്ന് ഗാസയിലെ വംശഹത്യ മറച്ചുവെക്കാൻ ഇസ്രയേൽ ശ്രമിച്ചു. പക്ഷേ അവർ പരാജയപ്പെട്ടുവെന്ന് എർദോഗൻ തുറന്നടിച്ചു. പലസ്തീൻ അധികൃതർക്ക് വിസ നിഷേധിച്ച അമേരിക്കയ്ക്കെതിരെയും എർദോഗന്റെ വിമർശനം നീണ്ടു. പലസ്തീനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ സമയത്ത് മെഹ്മൂദ് അബ്ബാസിന്റെ അസാന്നിധ്യം ഖേദകരമാണെന്ന് എർദോഗൻ പറഞ്ഞു. നാറ്റോ അംഗരാജ്യമായ തുർക്കി നാറ്റോയിലെ മറ്റ് അംഗരാജ്യങ്ങളായ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഐക്യരാഷ്ട്രസഭ വേദിയിൽ നടത്തുന്ന വിമർശനത്തിന് രാഷ്ട്രീയ മാനം ഏറെയുണ്ട്. പ്രത്യേകിച്ച് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ തുർക്കിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പലസ്തീനെ കുറിച്ചുള്ള എർദോഗന്റെ പ്രസംഗം പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. ഒന്ന്, ഗാസയിൽ ഇസ്രയേൽ കാണിക്കുന്ന ക്രൂരത. മറ്റൊന്ന്, നിലവിലെ മാനുഷിക പ്രതിസന്ധി, ഗാസയിലെ മാനുഷിക പ്രതിസന്ധി. മറ്റൊന്ന്, ഇനിയും ഗാസയിൽ വേണ്ടതെന്ന് ലോകരാജ്യങ്ങൾ എന്ത് ഗാസയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യം. എർദോഗന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മലയാളത്തിലാക്കിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ലോക രാഷ്ട്രീയ സവിശേഷതയും വിവരിക്കാം. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച എല്ലാ രാജ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് എർദോഗൻ പ്രസംഗം തുടങ്ങിയത്. മറ്റ് രാജ്യങ്ങൾ എത്രയും വേഗം പലസ്തീനെ അംഗീകരിക്കാനാണ് എൻ്റെ ആഹ്വാനം. 80 വർഷം മുമ്പ് സാൻ ഫ്രാൻസിസ്കോയിൽ ഒപ്പുവെച്ച ഐക്യരാഷ്ട്രസഭ ചാർട്ടർ 1945 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനയുടെ ആദ്യ വാക്കുകൾ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്നതാണ്. അതാണ് ആ വാക്കുകൾ. 80ാമത് വാർഷികം ഈ ഹാളിൽ ആഘോഷിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെ ആദ്യ ലേഖനത്തിന്റെ ആദ്യ വാക്കുകളിന്മേൽ നിഴൽ വീഴ്ത്തുന്ന ഗുരുതരമായ സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അരങ്ങേറുന്നു. പ്രത്യേകിച്ച് ഗാസയിൽ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ 700 ദിവസങ്ങളായി വംശഹത്യ നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒത്തുകൂടുമ്പോൾ ഇസ്രയേൽ ഗാസയിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. മരിച്ചവരിൽ 20,000-ത്തിലധികം കുട്ടികളാണ്. കഴിഞ്ഞ 23 മാസങ്ങളായി ഗാസയിൽ ഓരോ മണിക്കൂറിലും ഒരു കുട്ടി ഇസ്രയേലിനാൽ കൊല്ലപ്പെടുന്നു. ഇത് വെറും കണക്കുകൾ മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, ഇവ ഓരോന്നും ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്, നിരപരാധികളാണ്. ഇപ്പോൾ അവിടെ ആളുകൾ ആയുധങ്ങളാലല്ല, പട്ടിണി എന്ന ആയുധത്താലും കൊല്ലപ്പെടുകയാണ്. 21ാം നൂറ്റാണ്ടിൽ ആധുനിക ലോകത്തിന്റെ നോട്ടത്തിന് കീഴിൽ 428 പേർ പട്ടിണി മൂലം മരിച്ചു. അവരിൽ 146 പേർ കുട്ടികളാണ്. ഈ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഗാസയിലെ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. തുടർന്ന് എർദോഗൻ നമ്മൾ ആദ്യം കാണിച്ച ഫോട്ടോ ഉയർത്തി കാണിക്കുകയാണ്. പിന്നീടാണ് 2025 ഈ ക്രൂരതയ്ക്ക് ന്യായമായ കാരണമുണ്ടോ എന്ന് എർദോഗൻ ചോദിക്കുന്നത്. തുടർന്ന് എർദോഗൻ പ്രസംഗം തുടർന്നത് ഇങ്ങനെയാണ്. ഗാസയിലെ ഈ നാണംകെട്ട ചിത്രം 23 മാസങ്ങളായി ആവർത്തിക്കപ്പെടുന്നു. 365 ചതുരശ്ര കിലോമീറ്റർ 25 ലക്ഷം ഗാസക്കാർ ജീവിക്കുന്നു. എല്ലാ ദിവസവും അവർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഗാസയിലെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഡോക്ടർമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച് അപ്രത്യക്ഷമായിരിക്കുന്നു. ആംബുലൻസുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ചികിത്സ സാധ്യമല്ല, ശസ്ത്രക്രിയ സാധ്യമല്ല, മരുന്നുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഭാരമുള്ള ഹൃദയത്തോടും രക്തം വാർന്നൊഴുകുന്ന ഹൃദയത്തോടും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, 2-3 വയസ്സുള്ള നിരപരാധികളായ കുഞ്ഞുങ്ങൾ
കൈകളോ കാലുകളോ ഇല്ലാത്തവർ ഇത് ഗാസയിൽ സാധാരണമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു എന്ന കാര്യമാണ്. തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ ഉണങ്ങി ഒട്ടിയ കാലുകളുടെ ചിത്രം കാണിച്ച ശേഷം എർദോഗൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനെ എങ്ങനെ മനുഷ്യ മനസാക്ഷി സഹിക്കും? പട്ടിണിയും മരുന്നിൻ്റെ അഭാവവും മൂലം കുട്ടികൾ മരിക്കുന്ന ലോകത്ത് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുമോ എന്നും എർദോഗൻ ചോദിക്കുന്നു. ഞങ്ങൾ എല്ലാവരും മാതാപിതാക്കളാണ്. ഞങ്ങൾക്ക് പുത്രന്മാരോ പേരക്കുട്ടികളോ ഉണ്ട്. ലോകത്തെവിടെയും ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുള്ളു കൊള്ളുമ്പോൾ മാതാപിതാക്കളുടെ ഹൃദയം തകരുന്നു. എന്നാൽ ഗാസയിൽ കുട്ടികളുടെ കൈകളും കാലുകളും അനസ്തേഷ്യയില്ലാതെ അറുത്ത മാറ്റപ്പെടുന്നു. ഇത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെ കാണിക്കുന്നുവെന്ന് എർദോഗൻ പറയുന്നു. ഗാസയിലെ വംശഹത്യ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഓരോ നിമിഷവും തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഇതുവരെ ഇസ്രയേൽ ഗാസയിൽ ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന 250 പത്രപ്രവർത്തകരെ ബോധപൂർവം കൊന്നു. ഗാസയിലേക്കുള്ള എല്ലാ പ്രവേശന മാർഗങ്ങളും അവർ അടച്ചു. എന്നിട്ടും വംശഹത്യ മറച്ചുവെക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ പൂർണ്ണ മനസ്സോടെ ഞാൻ പിന്തുണയ്ക്കുന്നു. പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയിലേക്ക് എപ്പോഴും ശ്രദ്ധ കൊണ്ടുപോകുന്നത് UN ജീവനക്കാരാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഗാസയിലെ സ്വന്തം ജീവനക്കാരെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരായ 500 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 326 പേർ ഐക്യരാഷ്ട്രസഭ ജീവനക്കാരാണ്. ഗാസയിൽ നടക്കുന്ന ഹോളോകോസ്റ്റിനെ പോലുള്ള വംശഹത്യയാണ്. ഗാസയിലെ മനുഷ്യരെ മാത്രമല്ല, എല്ലാം തകർക്കുകയാണ് ഇസ്രായേൽ. കൃഷിഭൂമി, പൂന്തോട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലീവ് മരങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെടുന്നു. കെട്ടിടങ്ങൾ, വീടുകൾ, ലൈബ്രറികൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ചരിത്രപരമായ ഘടനകൾ എല്ലാം ബോധപൂർവം ഇസ്രയേൽ നശിപ്പിക്കുന്നു. ഗാസയിലെ മണ്ണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും ഉപയോഗശൂന്യമാക്കപ്പെടുന്നു. തുടർന്ന് തകർന്ന കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ നിൽക്കുന്ന കുറേ മനുഷ്യരുടെ ഫോട്ടോ എർദോഗൻ വേദിയിൽ ഉയർത്തി കാണിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഫോട്ടോയ്ക്ക് സുരക്ഷാ ആശങ്കകളുമായി എന്ത് ബന്ധമുണ്ട്? ഈ വേദിയിൽ ഞാൻ തുറന്നു പറയട്ടെ, ഗാസയിൽ യുദ്ധമില്ല. 2 വിഭാഗങ്ങളുടെ യുദ്ധമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു വശത്ത് ഏറ്റവും ആധുനികവും മാരകവുമായ ആയുധങ്ങളുള്ള ഒരു സൈന്യമുണ്ട്, മറുവശത്ത് നിരപരാധികളായ സാധാരണക്കാരും കുട്ടികളുമാണ്. ഇത് തീവ്രവാദത്തിനെതിരായ പോരാട്ടമല്ല, ഇത് അധിനിവേശമാണ്, നാടുകടത്തലാണ്, വംശനാശമാണ്. ഒക്ടോബർ 7 സംഭവങ്ങളെ ഉപയോഗിച്ച് നടപ്പാക്കുന്ന കൂട്ടനാശമാണ്. ഹമാസിന്റെ പേരിലാണ് ഗാസ നശിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ഹമാസ് അധികാരത്തിലില്ലാത്ത വെസ്റ്റ് ബാങ്കിലും ഘട്ടം ഘട്ടമായി ഇസ്രയേൽ അധിനിവേശം നടത്തുകയാണ് എന്ന് എർദോഗൻ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രയേൽ പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയാണ്. ഇറാൻ ഖത്തർ ആക്രമണം ഇതിന് ഉദാഹരണമാണ്. നെതന്യാഹു സമാധാനം സ്ഥാപിക്കാനോ ബന്ദികളെ മോചിപ്പിക്കാനോ താല്പര്യപ്പെടുന്നില്ല. ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങൾ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിന്റെ ഭീഷണിക്ക് വിധേയമാണ്. നമുക്ക് ഈ ഭ്രാന്ത് തുടരാൻ കഴിയില്ല. ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തൽ ഉണ്ടാകണം. മാനുഷിക സഹായം തടസ്സമില്ലാതെ ഗാസയിൽ എത്തിക്കാൻ കഴിയണം. വംശഹത്യയുടെ ഉത്തരവാദികൾ അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിലെത്തണം. ഗാസയിൽ മൗനം പാലിക്കുന്നവർ വംശഹത്യയുടെ സഹായികളാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ട പലസ്തീനികൾക്കും മനുഷ്യത്വത്തിനും ഒപ്പം ഉറച്ചു നിൽക്കേണ്ട ദിവസമാണിന്ന്. നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ ഗാസയിലെ വംശഹത്യക്കെതിരെ പ്രതികരിച്ച് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് നടപടിയെടുക്കാനുള്ള ധൈര്യം നിങ്ങൾ രാഷ്ട്രത്തലവന്മാർ കാണിക്കണം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരായുധരായ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അക്കാദമിസ്റ്റുകളും വിദ്യാർത്ഥികളും പത്രപ്രവർത്തകരും പലസ്തീൻ്റെ അങ്ങനെയുള്ള എല്ലാ സഹായികൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് എന്ന് പറഞ്ഞാണ് തൊയ്ബ് എർദോഗൻ ഗാസയെക്കുറിച്ചുള്ള തൻ്റെ പ്രസംഗഭാഗം അവസാനിപ്പിക്കുന്നത്. ലോകവേദിയിൽ ഇസ്രയേലിൻ്റെയും അവരെ സഹായിക്കുന്ന അമേരിക്കയുടെയും തൊലിയുരിച്ച് കാണിക്കുന്ന പ്രസംഗമാണ് എർദോഗൻ നടത്തിയത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലും ഇസ്രയേലിനെതിരെ എർദോഗൻ ആഞ്ഞടിച്ചിരുന്നു. ഇതോടെയാണ് ഹമാസ് നേതാക്കൾ തുർക്കിയിലുമുണ്ടെന്നും ഖത്തറിനെ ആക്രമിക്കാൻ മടിക്കാത്ത ഇസ്രയേൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് തുർക്കിയിലേക്കും ആക്രമണം നടത്തും എന്നുള്ള പ്രചാരണം ശക്തമായത്. എന്നാൽ അതിനെതിരെ ശക്തമായ മറുപടിയുമായി എർദോഗൻ രംഗത്ത് വന്നിരുന്നു. ഇറാനിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും തുർക്കിയെ ആക്രമിച്ച് നോക്കിയാൽ ഇസ്രയേലിന് കിട്ടാൻ പോകുക എന്നാണ് എർദോഗൻ തിരിച്ചടിച്ചത്. എന്തായാലും പലസ്തീനു വേണ്ടി UN വേദിയിൽ എർദോഗൻ നടത്തിയ ശക്തമായ വാദഗതികൾ ഉറപ്പായും നെതന്യാഹുവിനെ പ്രകോപിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയാം. ഇതിന് നെതന്യാഹു UN തന്നെ മറുപടി നൽകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.